ഇനി അടുത്തതായി മാജിക് ആവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരം തന്നെയാണ്. ഇത് പുഡിങ്ങാണ്. പുഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഏതെല്ലാം തരം പുഡിങ്സാണ് ഇപ്പോഴത്തെ വീട്ടമ്മമാരുണ്ടാക്കുന്നത്? ഒരുപാട് വെറൈറ്റീസ്, അത് പല പല പരീക്ഷണങ്ങളിലൂടെ ഒരുപാട് പുഡിങ്സ് ആൾക്കാരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പുഡിംഗ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിംഗ്. ഇതിൻ്റെ പേര് തന്നെ ഐസ്ക്രീം പുഡിംഗ് എന്നാണ് ഞാൻ എടുക്കുന്നത്. ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു സ്വാദ് തരുന്ന ഒരു പുഡിംഗ്. ഏറ്റവും എളുപ്പമാണ്. നല്ല വൈറ്റ് കളറിൽ ഒരു ഐസ്ക്രീം പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ കോരി കുടിക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ്. ഇത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും, എന്ത് സോസിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, എന്ത് വേരിയേഷൻ വേണമെങ്കിലും ഇതിൽ നടത്താം, ഫ്ലേവറിങ് മാറ്റാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ രുചിയൊക്കെ എന്താ പറയുക, എസൻസ് വളരെ വ്യത്യസ്തമായിട്ട് പല തരം എസൻസും പല കളേഴ്സും കൊടുത്തിട്ട് വേണമെങ്കിലും മാറ്റങ്ങളോടുകൂടി ചെയ്യാം. എന്തായാലും നമ്മളൊരു വാനില ഫ്ലേവർ കൊടുത്തിട്ട് ചെയ്യുന്ന ഐസ്ക്രീം പുഡിംഗ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പശുവിൻ പാൽ 1/2 ലിറ്റർ, കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ, മുട്ടയുടെ വെള്ള 4 മുട്ടയുടേത്, പൊടിച്ച പഞ്ചസാര 1 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഐസ്ക്രീം പുഡിംഗ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ അടുപ്പ് കത്തിക്കുക. അതിലേക്ക് 1/2 ലിറ്റർ പാൽ, അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഒഴിക്കും. അപ്പോൾ ഈ പാല് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നത് കോൺഫ്ലവർ കലക്കാനാണ്. കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ, അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ചൂടില്ലാത്ത സാധാരണ തണുത്ത പാല്, ഇത് കോൺഫ്ലവർ കലക്കിയ പാൽ, ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കും. അപ്പം നമ്മുടെ അളവെന്ന് പറഞ്ഞാൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ പറഞ്ഞത്. 1 കപ്പ് പൊടിച്ച പഞ്ചസാര, അത് 1/2 കപ്പ് നമ്മൾ ഈ പാലിൻ്റെ കൂടെ ചേർക്കും. 1/2 കപ്പ് വീണ്ടും നമ്മൾ ചേർക്കും, പക്ഷേ പാലിൻ്റെ കൂടെയല്ല, നമ്മൾ മുട്ടയുടെ വെള്ളം പതപ്പിക്കുമ്പോൾ ആ സമയത്താണ് ചേർക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ട് പകുതിയായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരു പകുതി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, അതാണ് നമ്മൾ ഈ കോൺഫ്ലവർ പാൽ മിശ്രിതത്തിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ പാൽ നല്ല ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിൽ ഇത് തിളച്ച് തുടങ്ങാം. തിളയ്ക്കാറാകുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ പാൽ മിശ്രിതം. അപ്പോൾ ഈ കോൺഫ്ലവർ കലക്കിയ പാലും അടുപ്പിൽ കിടക്കുന്ന പാലും എല്ലാം കൂടി ചേർന്ന് 1/2 ലിറ്റർ. തിള വരാറായി. ഇനി നമ്മൾ കോൺഫ്ലവർ കലക്കിയത് ചേർക്കാം. എന്നിട്ട് കൈയെടുക്കാണ്ട് ഇതിനോടൊപ്പം തന്നെ പൊടിച്ച പഞ്ചസാര ചേർക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, അത് കൂട്ടത്തിലായിരുന്നു അലിഞ്ഞു പോകും. അപ്പം നമ്മുടെ പാല് കുറുകി തുടങ്ങിയിരിക്കുകയാണ്. കണ്ടല്ലോ, ഇങ്ങനെ തിക്കായി തുടങ്ങും. നല്ല കുറുകിയ പാകമായി വരുന്നു. ഇനി കുറച്ചുകൂടി കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കണം. ഇനി ഇത് അല്പം നേരം തണുക്കാനായിട്ട് സമയം കൊടുക്കണം. ഫാൻ ഇട്ടിട്ട് അതിൻ്റെ താഴെ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഏകദേശം ഏതാണ്ട് തണുക്കുന്നവരെ ഇങ്ങനെ ഇളക്കണം. നല്ലൊരു ക്രീമി ആയിട്ടിരിക്കുകയാണ്. ആവശ്യത്തിന് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 4 മുട്ടയുടെ വെള്ള പ്രത്യേകം എടുത്ത് വെച്ചിരിക്കുകയാണ്. മഞ്ഞ വേണ്ട, എഗ് വൈറ്റ് മാത്രം. അത് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല പതച്ചെടുക്കണം. ഏകദേശം നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ട്. അതും കുറേശ്ശെ ഇട്ട് വീണ്ടും ബീറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര പാൽ മിശ്രിതത്തിൽ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് മുട്ടയുടെ കൂടെ, മുട്ടയുടെ വൈറ്റിൻ്റെ കൂടെ. ഇങ്ങനെ ഇടയ്ക്ക് കുറേശ്ശെ ഇട്ടിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ. അപ്പം നല്ല രീതിയിൽ പതച്ചെടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവസാനം കണ്ടില്ലേ, ഒരു മെറിംഗോ പോലെ ആയിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് ചേർത്തു, 4 മുട്ടയുടെ വൈറ്റ്, കുറച്ച് വാനില എസൻസ് 1 ടീസ്പൂണോളം ചേർത്തു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇത് കോൺഫ്ലവർ പാൽ പഞ്ചസാര മിശ്രിതം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ പാൽ മിശ്രിതം നമ്മൾ കുറുക്കി വെച്ചത് ഈ മുട്ട
വെള്ള പതപ്പിച്ചതിൻ്റെ കൂടെ ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചു. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ആദ്യം ഒരു തടിത്തവി കൊണ്ട് ഒന്ന് യോജിപ്പിക്കാം. എന്നിട്ട് കണ്ടല്ലോ നല്ല ഫ്ലഫി ആയിട്ട്. ഇനി ഇത് 1 മിനിറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. എല്ലാം കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്യാൻ പോകണം. വീണ്ടും 1 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തപ്പോൾ എഗ് വൈറ്റ് 4 മുട്ടയുടെ വെള്ള നന്നായിട്ട് പതപ്പിച്ച അര കപ്പോളം പൊടിച്ച പഞ്ചസാര അതിൻ്റെ കൂടെ ഇട്ട് വീണ്ടും ബീറ്റ് ചെയ്തു. വാനില എസൻസ് ചേർത്ത് അപ്പോൾ ഒരു മെറിംഗു സ്റ്റൈൽ ആ ഒരു സ്റ്റൈലിലേക്ക് മാറ്റി. പിന്നെ നമ്മൾ കോൺഫ്ലവർ മിശ്രിതം അത് ഏതാണ്ട് അര ലിറ്റർ പാലിലാണ് നമ്മൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുക്ക് എടുത്തത്. 1 കപ്പ് പൊടിച്ച പഞ്ചസാര അതിനകത്തേക്ക് ചേർത്തിരുന്നു. അത് നന്നായിട്ട് തണുത്തിരിക്കുമായിരുന്നു ആ കസ്റ്റേർഡ്. അത് ഈ എഗ് വൈറ്റിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇരുന്നു. തടി കൊണ്ട് തന്നെ യോജിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യും. ഇനി ഒന്നും ചെയ്യാനില്ല. ഒരു വെറ്റ് മോൾഡ് ഒന്ന് കഴുകിയെടുത്ത ഒരു മോൾഡിലേക്ക് തുടയ്ക്കണമെന്നില്ല. അതിനകത്തേക്ക് നമ്മൾ ഈ പുഡിങ്ങിൻ്റെ മിശ്രിതം ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പുഡിങ് മോൾഡ് ഒരു പാത്രം, ഏത് പാത്രമാണ് ഏത് ഷേപ്പാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം, അതിലേക്ക് ഒഴിക്കുക. ഈ പുഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ജലറ്റിനില്ല, ചൈന ഗ്രാസ് ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല. ഇത് ആ എഗ് വൈറ്റിൻ്റെ ആ ഫ്ലഫിനെസ്സാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി ഇതുപോലെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലുകൊണ്ട് വയ്ക്കുക. ഇത് ഇങ്ങനെ കട്ടിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടെക്സ്ചർ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് ഐസ്ക്രീം പുഡിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ക്രീമി ആയിട്ടൊരു ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഒന്ന് ഉറയ്ക്കും. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സെറ്റാകും. പക്ഷേ നല്ല ക്രീമി ആയിരിക്കും. അത് നമ്മൾ ആവശ്യാനുസരണം നല്ല തണുപ്പിച്ചിട്ട് ബൗളിലേക്ക് ഇങ്ങനെ കോരി എടുക്കുക. എന്നിട്ട് ചോക്ലേറ്റ് സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയോ ചോക്ലേറ്റ് ചിപ്സിൻ്റെ കൂടെയോ ഒക്കെ ഇത് സെർവ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ ഇത് നല്ല പ്യോർ വൈറ്റ്. ഇത് നേരെ ഫ്രിഡ്ജിൻ്റെ തട്ടിലേക്ക് വയ്ക്കുന്നു. ആവശ്യാനുസരണം നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഒരുവിധം സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിച്ചു കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഐസ്ക്രീം പൊടി. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോകാൻ സെറ്റാണ്. അപ്പോൾ നമ്മുടെ പുഡിങ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഏതാണ്ട് സെറ്റായി കഴിഞ്ഞു. കണ്ടല്ലോ, ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്ത് അലങ്കാരം വേണമെങ്കിലും ആകാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം, അതല്ലെങ്കിൽ ചോക്ലേറ്റ് സോസ് ഉപയോഗിച്ച് കഴിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും. ഞാൻ എന്തായാലും ഒരല്പം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാൻ പോവാം. അങ്ങനെ ചോക്ലേറ്റ് ആണ് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത മുകളിൽ ഇട്ടിരിക്കുന്നത്. ഇത് ഒരു ഓപ്ഷൻ. ഇതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിടാം. പിന്നെ ഇതല്ലാണ്ട് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് ഇത് സെർവ് ചെയ്യാം. ചോക്ലേറ്റ് സോസും ഈ വാനില ഫ്ലേവേർഡ് ഐസ്ക്രീം പുഡിങ്ങും അടിച്ചത് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും. എന്തായാലും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആകും.